ഇതാണ് മുതലപ്പൊഴി. മരണക്കയമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച മുതലപ്പൊഴിയുടെ പൊഴിമുഖമാണ്. ഇവിടെ ഒരു വലിയ അഭ്യാസം കാണിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തി തീരത്തേക്ക് വരുന്നത്. ഇതിൻ്റെ മൗത്ത് അഴിമുഖമാണ്. ഈ അഴിമുഖത്ത് മണലടിഞ്ഞു കിടക്കുന്നത് കൊണ്ടും വേലിയേറ്റവും വേലിയിറക്കവും ഇല്ലാത്തത് കൊണ്ടും നിരന്തരമായി തിരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ അശാസ്ത്രീയമായി നിറച്ചിട്ടിരിക്കുന്ന പാറകൾ ഇവിടുത്തെ ചുഴി ഉണ്ടാക്കുകയും അത് ഒരു വല്ലാത്ത അപകടങ്ങളെ വിളിച്ചു വരുത്തുകയും ചെയ്യും. കാരണം ഇതിപ്പോൾ ഈ വള്ളം അവരുടെ കൂട്ടുവള്ളങ്ങൾ വരുന്നത് കാത്തു കിടക്കുകയാണ്. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു മത്സ്യബന്ധനം നടത്തി വരുത്തുപോക്ക് നടത്താൻ അല്ലെങ്കിൽ പോകുവാനും വരുവാനും ഉള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വരാൻ വളരെ പ്രയാസമേറിയ അതിശക്തമായ ചുഴിയുള്ള തിരമാലകൾ അടിക്കുന്ന ഒരു പൊഴിമുഖമാണ്. ഇതൊരു അപകട മുനമ്പിലാണ് ജീവിതം. ഓരോ ദിവസവും ജീവിതം പണയം വെച്ചാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. ഇതാണ് വിസ്തൃതമായ കടലിൻ്റെ ഒരു തള്ളിക്കയറ്റം. ഈ പൊഴിമുഖത്ത് വേലിയേറ്റവും വേലിയിറക്കവും ശക്തമായി ഇല്ലാത്തതുകൊണ്ട് ഈ കടലിൻ്റെ ആയിപ്പും ചുഴിയും മത്സ്യത്തൊഴിലാളികളെ മരണക്കയത്തിലേക്ക് തള്ളിവിടുന്നു. ഏതാണ്ട് 80-ലധികം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടിയിലേറെ കടൽ അപകടങ്ങളിൽപ്പെട്ട് രോഗാവസ്ഥയിലും തൊഴിലെടുക്കാൻ പറ്റാത്തയും സാഹചര്യമാണ്. ഇതിന് വടക്കോട്ട് കാണുന്ന 5 തെങ്ങ്, മാമ്പള്ളി, വർക്കല വരെയുള്ള തീരം, ഈ പുലിമുട്ട് വന്നതിന് ശേഷം ഈ മനോഹരമായ തീരം മുഴുവൻ നഷ്ടമായി. ഇവിടെ ആയിരക്കണക്കിന് വള്ളങ്ങളും ധീരന്മാരായ മത്സ്യത്തൊഴിലാളികളും അധിവസിക്കുന്ന പ്രദേശമാണ്. ഇതിന് തൊട്ട് 5 തെങ്ങ് കായലാണ് ഈ റോഡിനപ്പുറത്തുള്ളത്. ആ കായലും കടലുമായിട്ട് ഏണ്ട 50 മീറ്റർ 40 മീറ്റർ വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം കേരളത്തിലെ SMTFൻ്റെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന നേതാവായ ശ്രീമാൻ സ്റ്റെല്ലസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിൻ്റെ പ്രവർത്തകരുമുണ്ട്. അവർ ഈ തീരത്ത് നിതാന്ത ജാഗ്രത പുലർത്തുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം. മിസ്റ്റർ സ്റ്റെല്ലസ്, ഈ അഴിമുഖം, ഈ മുതലപ്പൊഴി എങ്ങനെയാണ്? ഇത് അപകടമാണല്ലോ. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ സമരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിങ്ങളുടെ ഭാഗത്തുണ്ടോ? നമ്മുടെ ഭാഗത്തുനിന്ന് പല പ്രാവശ്യവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ഇത് 1997 തന്നെ ഈ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ VS അച്യുതൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ നമ്മൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇത് അശാസ്ത്രീയമാണ്, ഇത് തലതിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം പുലിമുട്ട് നിർമ്മാണമാണ് ചെയ്യാനുള്ളത്, തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ ചെയ്തതിന് ശേഷമാണ് പുലിമുട്ട് ഇവിടെ വന്നത്. അത് തന്നെ അശാസ്ത്രീയമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അടിക്കുന്ന തിരമാലയുടെ ഭാഗത്തു നിന്ന് 400 മീറ്റർ വടക്കോട്ട് തിരിച്ചു 400 മീറ്റർ തെക്കോട്ട്. അതായത് ഒരു വള്ളം അഴിമുഖം കടന്നു വരികയാണ്. അവർ ജോലി കഴിഞ്ഞ് കടന്നു വരികയാണ്. വളരെ റിസ്ക് എടുത്താണ്. പുലിമുട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ്? 100 മീറ്റർ മൗത്തിൽ നിന്നും 2 സൈഡ് വടക്കും തെക്കും വീതി കൂട്ടണം. ഇന്നലെ തന്നെ എന്താ സംഭവിച്ചത്? ഈ പെരുമാതറയുള്ള ഒരു ഉടമസ്ഥൻ്റെ വെള്ളവും 5 തെങ്ങുള്ള ഉടമസ്ഥൻ്റെ വെള്ളവും തമ്മിൽ അവർ ഉള്ളിലോട്ട് പോകുന്ന മത്സ്യബന്ധനത്തിൽ പോകുന്ന സമയമായിരുന്നു. തിരമാല അപ്രതീക്ഷിതമുണ്ടായപ്പോൾ 2 വെള്ളവും കൂട്ടിയിടിച്ചു. ഓക്കെ. ഇത് പിന്നെ ഈ അഴിമുഖം, ഈ പൊഴി ഇവിടെ നിലനിർത്തണോ അതോ ഇത് ക്ലോസ് ചെയ്യണോ? അല്ല, നിലനിർത്തുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് നല്ലത്? നല്ലതെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർക്ക് ജോലി ചെയ്യാൻ ആളുകൾ മരിക്കുന്നു. പക്ഷെ അത് മരണത്തിൻ്റെ ഈ മരണക്കേണി മാറ്റം. അതെങ്ങനെ മാറ്റും? അത് മാറ്റണമെന്ന് വെച്ചാൽ അതായത് 400ഓളം മീറ്റർ ഉള്ളിലോട്ട് പോകണം എന്ന് ആര് പറയുന്നു? എന്ന് നമ്മളല്ല, മത്സ്യത്തൊഴിലാളികൾ പറയുന്നതാണ്. നിങ്ങൾ കടലിൽ പോയി മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണ്? അവർക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മത്സ്യത്തൊഴിലാളിയാണോ? ഞാൻ മത്സ്യത്തൊഴിലാളി, ഞാൻ തുമ്പ ഫ്രാൻസിസ്, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്.
പ്രായാധിക്യം കൊണ്ട് അല്പം പണികളൊക്കെ കുറച്ച് വന്നേക്കാണ്. എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. ഞാൻ അത് കാരണം അല്പം ബാക്കിലോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എക്സ്പയർ ആളാണ് യഥാർത്ഥത്തിൽ. അല്ല, ഇതിനെക്കുറിച്ച് പറയൂ. ഇതേക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സംരംഭം മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യത്തിനാണോ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ്റെ ആവശ്യങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എൻ്റെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ 1000-ഓ 10,000-ഓ ലക്ഷമോ രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അത് നടക്കട്ടെ. ഈ ജനം ഇതുപോലെ ഇങ്ങനെ ചത്തുകൊണ്ടേയിരിക്കും. അതിലൊന്നും ഒരു ഉദ്യോഗസ്ഥനും ഒരു ദണ്ണവുമില്ല. അല്ല, ഇതിപ്പോ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ മരിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് വേറെ എവിടെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇത് അടച്ചാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ? ഇത് അടയ്ക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇത് നിലനിർത്താനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് മനുഷ്യന് ഉപകരിക്കുന്ന രീതിയിലാകണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ വാക്കിനെ കേൾക്കാതെ ഉദ്യോഗസ്ഥൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ അതെ, ഫ്രാൻസിസ് ചേട്ടൻ പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും വാക്ക് കേൾക്കണമെന്നാണ്. അത് കേൾക്കാതെ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ IIT മദ്രാസും പൂനെ കേന്ദ്രമാക്കിയിട്ടുള്ള വാട്ടർ കമ്മീഷനുമൊക്കെ നടത്തിയ പഠനങ്ങൾ ഇവിടെ ഈ വിസ്തൃതമായ കടപ്പുറത്ത് കണ്ടമാനം കല്ലുകൾ നിക്ഷേപിച്ചു. കല്ലുകളെന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ അടിഞ്ഞിരിക്കുന്ന കല്ലുകൾ എടുത്തു മാറ്റാൻ ഇനി സാധ്യമാകില്ല. അത് തന്നെ അശാസ്ത്രീയമാണ്. കണ്ടില്ലേ, ഈ തീരത്ത് ഒരുപാട് കല്ലുകൾ, ടെട്രോപാഡുകളും മറ്റുമൊക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ. അതാണ് ഫ്രാൻസിസ് ചേട്ടൻ ചോദിച്ചത്, ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണോ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണോ? ഇനിയും പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ഫിഷറീസ് മന്ത്രിയും ജലവിഭവ മന്ത്രിയും വന്ന് ഇവിടെ സന്ദർശിക്കുകയും ഇവിടെ പുലിമുട്ടും കല്ലിടുന്ന പദ്ധതികളുമാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഒരു ചിത്രശലഭങ്ങൾ പോലെ ഇവിടെ മരിച്ചു വീഴുന്നത് കണ്ടിട്ടും ഇതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ കടലിൽ പണിക്ക് പോയ സഹോദരന്മാർ വരുന്നത് കാത്ത് അവർ ഈ അഴിമുഖത്ത് കാത്തു കിടക്കുകയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ജീവൻ രക്ഷപ്പെടണം, അതിനുവേണ്ടി അവരിങ്ങനെ കാത്തു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഗുരുതരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന ഒരു മരണപ്പൊഴിയായി മാറിയിരിക്കുന്നു.